എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കേരളത്തിൽ മഹാമാഘ ഉത്സവം നടക്കുകയാണ്. അതായത് നമ്മുടെ കേരളത്തിലെ കുംഭമേള നടക്കുകയാണ്. അത് നമ്മുടെ മലപ്പുറത്താണ് കുംഭമേള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കുംഭമേളയെ കുറിച്ചിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ആദ്യം നമ്മളിത് അറിഞ്ഞതെന്ന് വെച്ചാൽ കുംഭമേളയ്ക്ക് നമ്മുടെ കളക്ടർ അനുമതി കൊടുത്തു എന്നുള്ള കാര്യമായിരുന്നു അറിയാൻ സാധിച്ചിട്ടുള്ളത്. പിന്നീട് അറിഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ കുംഭമേള തടഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പിന്നീട് നമ്മൾ അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേക്കുറിച്ചിട്ട് നമുക്ക് പറയുന്നത് കേട്ടിട്ട് വരാം. നിൽക്കെ കാരണങ്ങളൊന്നും അറിയിക്കാതെയാണ് റവന്യൂ ഉദ്യോഗസ്ഥരെത്തി ഇത് തടഞ്ഞത്. നാവാമുകുന്ദ ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന കേരളത്തിന്റെ കുംഭമേളയായ മഹാമാഘ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ സർക്കാർ തടഞ്ഞു. ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലെത്തി നിൽക്കെ കാരണങ്ങളൊന്നും അറിയിക്കാതെയാണ് റവന്യൂ ഉദ്യോഗസ്ഥരെത്തി ഇത് തടഞ്ഞത്. അപ്പോൾ കുംഭമേളയെ കുറിച്ചിട്ട് ഇങ്ങനെ നടത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സർക്കാരിന്റെ അനുമതിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ആളുകൾക്ക് അത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പോൾ ഇതിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ട് ഒരു സന്യാസി വര്യൻ കൂടി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു സന്യാസി വര്യന്റെ വാക്കുകൾ കേട്ടിട്ട് വരാം. ഒരുത്തന്റെ അനുവാദം വേണ്ട ഇവിടെ കുംഭമേള നടക്കാൻ. നാഗസന്യാസിക്ക് വരണമെന്ന് വിചാരിച്ചാൽ നാഗസന്യാസി വന്നിരിക്കും. ആരും ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. ആരാണ് മുമ്പോട്ട് വരുന്നത് തടസ്സപ്പെടുത്തുന്നതെന്ന് കാണട്ടെ. അതിനുള്ള ശക്തിയുള്ളവർ, ശേഷിയുള്ളവർ ഉണ്ടെങ്കിൽ അവർ മുമ്പോട്ട് വരട്ടെ. ഇവിടുത്തെ ഹിന്ദു ആരാണ്, എന്താണ് എന്ന് അവർ അപ്പോൾ അറിയും. അത് ഏത് ഗവൺമെന്റ് ആയാലും ഇനി ഏത് സമുദായക്കാരനായാലും മതക്കാരനായാലും അതിനുള്ള ദിവസത്തിന്റെ ശക്തിയും സങ്കല്പവും ചൈതന്യവും ഒക്കെ ഇവിടുത്തെ സന്യാസിക്കുണ്ട്. പിന്നെ കുംഭമേള വേണമോ വേറെ മേള വേണമോ എന്നും സന്യാസി തീരുമാനിക്കും. ഭാരതപ്പുഴ ആരുടെയും അച്ഛന്റെയോ അല്ലെങ്കിൽ ബാപ്പയുടെയോ തൊണ്ടയുടെയോ ഇനി ഏത് ഭാഷയിൽ വേണോ പറഞ്ഞാൽ ഫാദറിന്റെയോ പിതാശ്രീയുടെയോ വകയൊന്നുമല്ല. മനസ്സിലായില്ലേ? തിരുനാവായും അങ്ങനെ ആരുടെയും അപ്പോൾ ഈ ഒരു സന്യാസി വര്യൻ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആരുടെയും അച്ഛൻ്റെ വകയല്ല, അപ്പൻ്റെ വകയല്ല, തന്തയുടെ വകയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീടാണ് പറയുന്നത് മറ്റു മതസ്ഥർക്കായാലും. ഇപ്പോൾ അതായത് നമ്മുടെ സംസ്ഥാന സർക്കാർ വിചാരിച്ചാലും ഇനി വേറെ മതസ്ഥർ വിചാരിച്ചു കഴിഞ്ഞാലും ഇത് തടയാൻ സാധിക്കുകയില്ല. ആരുടെയും അച്ഛൻ്റെ വകയല്ല, അതുപോലെ തന്നെ ആരുടെയും ബാപ്പയെ വിചാരിച്ചാൽ നടക്കില്ല എന്നൊക്കെ ഈ പറയുന്ന സന്യാസി വര്യൻ പറയുന്നതിൻ്റെ ആ ഒരു വീഡിയോ കണ്ടത്. അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, കുംഭമേള പോലുള്ള അതിവിശിഷ്ടമായിട്ടുള്ള ചടങ്ങുകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ അത് വേണ്ട എന്ന് വെക്കാനായിട്ട് നമ്മുടെ സർക്കാരിന് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനായിട്ട് തോന്നിയെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ ഒരു സൈഡിൽ നിന്നേ പറഞ്ഞു വരാം. അപ്പോൾ ഇവിടെ എനിക്ക് ഫസ്റ്റ് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, കുംഭമേള കേരളത്തിൽ നടത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് സമ്മതം കൊടുക്കാതിരുന്ന നമ്മുടെ സംസ്ഥാന സർക്കാരിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണെന്ന് അറിയില്ല, നമ്മളിൽ ഓരോരുത്തരുടെയും വോട്ട് ഇരുന്ന് മേടിച്ച് ജയിച്ചിട്ട് നമ്മുടെ ഭരണാധികാരികളായിട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെയൊക്കെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് എന്ന് വളരെയധികം വ്യസന സമേതം പറയുകയാണ്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇപ്പോൾ ശബരിമലയിലെ കാര്യമായാലും ഗുരുവായൂരിലെ കാര്യമായാലും ഏത് കാര്യം തന്നെയാണെങ്കിലും ഇന്നും കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ കുറച്ച്, എല്ലാവരുടെയും കാര്യം പറയുന്നില്ല, ചില ക്രിമികൾ തട്ടവുമിട്ട് കറങ്ങി നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുള്ള ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ്. ദേവസ്വം ബോർഡ് പോലും മൗനം ഭജിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ദേവസ്വം ബോർഡിനെ ഈ ഒരു വിഷയത്തിൽ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അമ്പലത്തിൽ വീഴുന്ന പണത്തിൽ പോലും കുറവ് സംഭവിക്കുന്നു. ഭഗവാന്റെ വിഗ്രഹത്തിൽ ഇരിക്കുന്ന സ്വർണം പോലും അടിച്ചു മാറ്റുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് കൂടുതലൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ കുംഭമേളയ്ക്ക് അനുമതി കൊടുക്കാഞ്ഞ സർക്കാരിനെതിരെ എനിക്കിതേ പറയാനുള്ളൂ. പിന്നീട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ആ ഒരു സന്യാസി വര്യനെ കുറിച്ചിട്ടാണ് പറയാനായിട്ടുള്ളത്. സന്യാസിമാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകത്തിന് വേണ്ടി നന്മകൾ ചെയ്യുന്നവരാണ്. അവരുടെ മനസ്സെന്ന് പറഞ്ഞാൽ വളരെ നിഷ്കളങ്കമായിരിക്കും. ശരിക്കും ഒരു കുഞ്ഞിൻ്റെ മനസ്സ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പറയാറില്ലേ, ഒരു പൂവ് ഇറുത്തെടുക്കുന്ന ലാഘവത്തോടെ, അല്ലെങ്കിൽ നമ്മൾ പറയാറുള്ളത് ഒരു കുഞ്ഞിൻ്റെ, ഒരു പിഞ്ച് കുഞ്ഞിൻ്റെ മൈൻഡ്, അതായിരിക്കണം ഒരു സന്യാസി വര്യൻ്റേതെന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് ഇത്രയും രൂക്ഷമായ ഭാഷയിൽ പറയേണ്ട യാതൊരു കാര്യവുമില്ല. നമുക്കെല്ലാം അറിയാം, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം പ്രത്യേകിച്ച് ആരുടെയും തന്തയുടെ വകയല്ല. ഇവിടെ ഒരു രാജ്യത്ത് ജനിച്ചു വളരുന്ന എത്ര ആളുകളുണ്ടെങ്കിലും അവരുടെ എല്ലാവരുടെയും തന്തയുടെ വക തന്നെയാണ്. അല്ലാതെ പ്രത്യേകിച്ച് ആരുടെയും ഒരാളുടെയും തന്തയുടെ വകയല്ല. അപ്പോൾ എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശങ്ങൾ തന്നെയാണ് ഈ പറയുന്ന ഇന്ത്യ അഥവാ ഭാരതം എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്ത് നിലനിൽക്കുന്നത്. പിന്നീടെന്ന് വെച്ചാൽ, ഒരു ഋഷി വര്യന് അല്ലെങ്കിൽ ഒരു സന്യാസി വര്യന് പറയാൻ പറ്റിയ ഒരു ഭാഷയല്ല നിന്റെ തന്തയുടെ വകയാണോ. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ സുരേഷ് ഗോപി സാറിന് മാത്രം പറയാൻ പറ്റിയ വാക്കുകളാണ്. കാരണം മുമ്പാണെങ്കിൽ നമ്മൾ സുരേഷ് ഏട്ടൻ എന്ന് പറയുമായിരുന്നു. കാരണം അന്ന് അദ്ദേഹം ഒരു ഫിലിം സ്റ്റാർ ആയിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു നടനായിരുന്നു അദ്ദേഹം. പക്ഷേ കേന്ദ്ര സഹമന്ത്രി സിനിമയിലൊക്കെ പറയുന്നത് പോലുള്ള ഡയലോഗാണ് ഈ തന്തയുടെ വക, ബാപ്പായുടെ വക, ഉപ്പായുടെ വക, അപ്പൻ്റെ വക എന്നൊക്കെയുള്ള ഡയലോഗുകൾ. അതൊക്കെയെന്ന് പറഞ്ഞാൽ വളരെ നിലവാരം കുറഞ്ഞ വാക്കുകളാണ്. ഇപ്പോൾ നമ്മളെ പോലുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്ന ചില കൂതറകളൊക്കെ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അത്തരത്തിലുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചു എന്ന് വരും.
പറയുന്നതിനെന്താ? അപ്പോൾ പക്ഷേ അതുപോലെയൊന്നും അല്ല കേട്ടോ. ഒരു ഋഷിവര്യൻ, ഒരു സന്യാസി വര്യന് പറയാൻ പറ്റുന്ന വാക്കുകളുണ്ട്. അതിനപ്പുറത്തേക്ക് സംസാരിക്കരുത്. അത് വളരെ മോശമാണ്. നമ്മൾ ഹൈന്ദവ സമൂഹത്തിന് പോലും നാണക്കേടാണ് അത്തരത്തിലുള്ള സംസാരങ്ങൾ. ഇതിനു മുമ്പ് നമ്മൾ കണ്ട ഒരു കാര്യമാണ് മറ്റൊരു സന്യാസി വര്യന്റെ വാക്കുകൾ. ഹൈന്ദവ സ്ത്രീകൾ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകണം, മുസ്ലിം സ്ത്രീകൾ അവരുടെ വംശ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ പെറ്റു കൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് ഞാനൊരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എന്തിന് വർഗീയത പറയണം? നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറയണം. അല്ലെങ്കിൽ പറയാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഹൈന്ദവ സ്ത്രീകൾ 1 2 പ്രസവിച്ചിട്ട് ഇനി കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ആ ഒരു നയം നിങ്ങൾ മാറ്റുക. കാരണം കുഞ്ഞുങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു ആണിക്കല്ല് അല്ലെങ്കിൽ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. ഒരു കുഞ്ഞിനെ നമുക്ക് നഷ്ടപ്പെട്ടാലും ഒരു കുഞ്ഞും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കുഞ്ഞുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് ധാരാളം കുഞ്ഞുങ്ങൾ വരുന്നത് നല്ല കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വരുന്നത് നല്ല കാര്യമാണ് എന്നുള്ളൊരു അഭിപ്രായം പേഴ്സണലി എനിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരുപാട് ഒരു ഫാമിലി തന്നെ ഒരു അമ്മ ഒരു 5 കുട്ടിക്കോ 4 കുട്ടിക്കോ ജന്മം കൊടുക്കുന്നു. അപ്പോൾ ഓരോരുത്തരും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ രാജ്യത്ത് ക്രമാതീതമായിട്ട് ഇപ്പോൾ ഉള്ളതിന്റെ ഡബിൾ പവറിൽ ജനസംഖ്യാ വർധനവ് ഉണ്ടാവും. അതൊരിക്കലും നല്ല ഒരു ലക്ഷണമാണ് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇപ്പൊ തന്നെ ഉള്ള കുട്ടികളെ വളർത്താൻ പോലും വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിഷയത്തിലും ഞാൻ സപ്പോർട്ട് അല്ലായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഒരു ഋഷിവര്യന്റെ വാക്ക് പറയുകയാണെങ്കിൽ ശരിക്കും സന്യാസി ആ ഒരു വാക്കിനെന്ന് പറഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള പവിത്രതയുണ്ട്, അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെയുള്ള വാക്കുകൾ പറയുമ്പോൾ താങ്കൾ ദൈവത്തിലേക്ക് എത്രയാണ് അടുത്തിട്ടുള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈശ്വരനിലേക്ക് ലയിച്ച് ചേർന്നിട്ടുള്ള ഒരു വ്യക്തിയുടെയും വായിൽ ഇത്തരത്തിലുള്ള വാക്കുകൾ വരില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാനും ഭയങ്കര ഭക്തയാണ് എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എന്നാൽ പോലും ഈശ്വരനിൽ ഒരുപാട് വിശ്വാസം അർപ്പിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ ഒരു കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ തർക്കവും ഇല്ല. പിന്നീട് ഇവിടെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ചില ആളുകളൊക്കെ ആ ഒരു സമയത്ത് രംഗത്ത് വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അതായത് മലപ്പുറം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, കൂടുതലും ഇസ്ലാം മത വിശ്വാസികൾക്കുള്ള സ്ഥലം തന്നെയാണ് മലപ്പുറം. അപ്പോൾ ആ ഒരു മലപ്പുറത്ത് കുംഭമേള നടത്തുവാനായിട്ട് അവരനുവദിക്കില്ല, അവരങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചധികം ആളുകൾ കിടന്ന് പട്ടി കുരയ്ക്കുന്നത് പോലെ മീഡിയയിൽ കിടന്ന് കുരയ്ക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതിനപ്പുറത്തേക്ക് കമന്റ് ബോക്സിൽ വന്ന് കുരയ്ക്കുന്നതും കണ്ടതാണ്. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മലപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമല്ല മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ളത്, നമുക്കിടയിലൊക്കെ ഇല്ലേ. ഞാനൊരു തിരുവനന്തപുരംകാരിയാണ്, തിരുവനന്തപുരം ജില്ലയിലാണ് ഞാൻ ജീവിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു ക്ഷേത്രത്തിൽ ഒരു ഉത്സവം വന്നു കഴിഞ്ഞാൽ നമുക്കൊപ്പം നിൽക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ തന്നെയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. അവർ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ സംഭാവനകളൊക്കെ തരാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ വന്നിട്ട് അന്നദാനം കഴിക്കാറുണ്ട്. അതൊക്കെ നമുക്ക് വളരെയധികം സന്തോഷമാണ്. അപ്പോൾ അത്തരത്തിൽ നല്ല ഒത്തൊരുമയോടുകൂടിയാണ് നമ്മൾ കഴിയുന്നത്. പിന്നെ അവിടെ ഇരുന്ന് ചില മതവെറി പൂണ്ടിട്ടുള്ള ചില കാപാലികന്മാരുണ്ട്, അത് എല്ലായിടത്തും ഉണ്ടല്ലോ. അത്തരത്തിലുള്ള ആളുകളാണ് ഇതിനെയൊക്കെ വികൃതമാക്കിയിട്ടുള്ള രീതിയിലൊക്കെ വർഗീയത പറയുകയും അത് മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്യുന്നത്. ഇതുപോലെയുള്ള ഏതെങ്കിലും മതവെറിയന്മാർ എന്തെങ്കിലുമൊക്കെ പറയുന്നത് ഏറ്റുപിടിച്ചുകൊണ്ട് താങ്കളെ പോലുള്ള സന്യാസിമാർ രംഗത്ത് വരുന്നത് വളരെ മോശപ്പെട്ട കാര്യം തന്നെയാണ്. ആദ്യം മനസ്സിലാക്കുക, എല്ലാവരെയും സഹോദരങ്ങളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ചു കഴിയുമ്പോൾ മാറാവുന്നതേ ഉള്ളൂ ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കുംഭമേളയെ കുറിച്ചിട്ട് കൂടുതൽ പറയുകയാണെങ്കിൽ കുംഭമേള ജനുവരി 19 തീയതി ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വൈകുന്നേരം 6 മണി മുതൽ നമുക്ക് കുംഭമേളയുടെ ആ ഒരു ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ആരംഭിക്കും. എന്ന് പറഞ്ഞാൽ ആരതി ഒഴിയുന്നത്, അവിടുത്തെ ആ ഒരു ആരതിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ആരതി വിളക്കുകൾ, ശരിക്കും നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ആരതി വിളക്കുകളൊക്കെയാണ് അവിടെ ഉള്ളത്. നാഗവിളക്കുകൾ ഒരുപാടുണ്ട്, നാഗസന്യാസിമാരുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും കാണുന്നത് തന്നെ വളരെയധികം സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ആരതി പൂജ ഏതാണ്ട് രാത്രി 11 മണി വരെ ഉണ്ട്. അപ്പോൾ വളരെ സന്തോഷമുള്ള കാഴ്ചയാണ്. ശരിക്കും അത് ഒരു പുണ്യപ്രവൃത്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇവിടെ പല ആളുകളും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പൂജ നടക്കുന്നതെന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് നിളാതീരത്താണ് ആ ഒരു പൂജ നടക്കുന്നത്. പിന്നെ ആ ഒരു പൂജയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം രസകരമായിട്ടുള്ള, കാണാൻ കണ്ണിന് കൗതുകമേറുന്ന ഒരു കാഴ്ച തന്നെയാണ്. കാവി ഉടുത്തിട്ടുള്ള കാഷായ വേഷധാരികളായ സന്യാസിമാർ നിന്നിട്ട് സന്യാസിനിമാരുമുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇവര് ഒരുപാട് അവരുടേതായ രീതിയിൽ വാദ്യോപകരണങ്ങളൊക്കെ ആയിട്ട് വരുന്ന ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ആരതി ഒഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നീട് ഉള്ളതെന്ന് പറഞ്ഞാൽ നിളാതീരത്തെ സ്നാനമാണ്.
പിന്നെ പറയാനാണെങ്കിൽ രാവിലെ 6 മണിക്ക് ഇവരുടെ ഒരു സ്പെഷ്യൽ പൂജ തുടങ്ങും. അത് എന്താണെന്ന് വെച്ചാൽ രാവിലെ 6 മണി മുതലാണ് പൂജ ആരംഭിക്കുന്നത്. ശ്മശാന ശ്രാദ്ധം എന്ന് പറയുന്ന പിതൃകർമ്മത്തോട് കൂടിയിട്ടാണ് ഈ ഒരു പൂജ ആരംഭിക്കുന്നത്. ജനുവരി 19 തീയതി മുതലാണ് കുംഭമേള തുടങ്ങിയിരിക്കുന്നത്. ഇനി അത് ഫെബ്രുവരി 3 തീയതി വരെ ഉണ്ടാവും എന്നാണ് അറിയപ്പെടാൻ സാധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് സന്യാസി വര്യന്മാർ വന്നു പോകും എന്നൊക്കെയാണ് പറഞ്ഞറിയാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ആളുകൾ കുംഭമേളയിൽ പങ്കെടുക്കും. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രാർത്ഥനകളും മന്ത്രോച്ചാരണവും ഒക്കെ ആയിട്ട് ആ ഒരു അന്തരീക്ഷം തന്നെ വളരെ പോസിറ്റീവ് എനർജി കൊണ്ട് നിറയുന്നതായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഇവിടെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണ് പല ആളുകളും മുസ്ലിം സഹോദരങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് സംസാരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ ഒരു കുംഭമേള മലപ്പുറത്തിന്റെ മണ്ണിൽ കൊണ്ടുവച്ച് നടത്തി കഴിയുമ്പോൾ അവിടെ ചുറ്റുമുള്ളത് കൂടുതലും മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണ്. അവർക്ക് ഇഷ്ടപ്പെടുമോ, അവരത് തടയാൻ ശ്രമിക്കില്ലേ, അങ്ങനെ ആക്കൂലി ഇങ്ങനെ ആക്കൂലി എന്നൊക്കെ പറഞ്ഞിട്ട് ചില കച്ചറകൾ എല്ലായിടത്തും കാണും. അങ്ങനെ ചില കച്ചറകളൊക്കെ വന്നിട്ട് സോഷ്യൽ കലവിലാന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കാം. അത്തരത്തിൽ ഓരോരുത്തരുടെ വായിൽ നിന്നും ഓരോരോ അനാവശ്യങ്ങൾ വരുന്നത് കാരണമാണ് അത് ഏറ്റുപിടിച്ചിട്ട് പല ആളുകളും അങ്ങനെ സംഭവിക്കുമോ, ഇങ്ങനെ സംഭവിക്കുമോ, അവർ തടയാൻ ശ്രമിക്കുമോ, ഇവർ തടയാൻ ശ്രമിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവരും മനുഷ്യരാണ്. അവരൊരിക്കലും നമ്മുടെ ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ ഒന്നും കൈകടത്താനായിട്ട് വരത്തില്ല. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു മതം അവർക്കുണ്ട്. അപ്പോൾ അത് വിട്ടിട്ട് ഒരിക്കലും ഇങ്ങോട്ടേക്ക് കടന്നാക്രമിക്കാനായിട്ട് അവർ വരത്തില്ല. അവർ ആ ഒരു മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന അവർ ആ മതാനുഷ്ഠാനത്തിൻ്റെ രീതിയിൽ അവർക്ക് അവരുടെ മതം, നമുക്ക് നമ്മുടെ മതം എന്നുള്ളൊരു ആശയത്തിലാണ് അവർ ജീവിക്കുന്നത്. അവർ ആ ഒരു രീതിയിൽ ജീവിക്കത്തേ ഉള്ളൂ. ഒരിക്കലും നമുക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമായിട്ട് അവർ വരത്തില്ല. അപ്പോൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ അവരുടെയൊക്കെ പേര് വലിച്ചിഴയ്ക്കാതിരിക്കുക, അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നീട് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചില ആളുകളുണ്ട് മതത്തിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഘോരം പ്രസംഗിച്ചിട്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വായി തോന്നുന്ന തന്തയില്ലാത്തരങ്ങളൊക്കെ വിളിച്ച് പറയുന്ന ചില ആളുകളുണ്ട്. അത്തരക്കാരുടെ വാക്കുകൾ കേട്ടിട്ടാണ് പല ആളുകളും അതിന് മറുപടിയുമായിട്ട് കമന്റ് ബോക്സിൽ വന്നിട്ട് തെറി വിളിക്കുകയും ഒരു സമുദായത്തെ മുഴുവനും അപമാനിക്കുന്ന തരത്തിലുള്ള കമന്റുകൾ ഇടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം നമുക്ക് എല്ലാവർക്കും തുല്യതയുള്ള ഒരു രാജ്യമാണ്. അവിടെ പാലിക്കേണ്ട ചില ചിട്ടകളും നിയമങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളത് വാസ്തവം നിലനിൽക്കെ തന്നെ ഒരു ഹിന്ദുവിന് ഒരു ക്ഷേത്രത്തിൽ വന്നിട്ട് കുളിച്ച് തൊഴുത് പോകുന്നതിനൊന്നും യാതൊരു തടസ്സവുമില്ല. എന്നാൽ ഇതുപോലെയുള്ള ഒരു മേളയൊക്കെ നടക്കുമ്പോൾ സർക്കാരിന്റെ അനുമതി കിട്ടേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള അനുമതി കൊടുക്കുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. സർക്കാർ ആ ഒരു കാര്യത്തിൽ പിന്നോട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിന്റെ മാത്രം കംപ്ലൈന്റ് ആണ്. അതിന് ഈ പറയും പോലെ തന്നെ മലപ്പുറത്തുള്ള ആളുകളെ ഒന്നും കുറ്റം പറയേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പല വീഡിയോകളിലും കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ അവിടെയുള്ള ആളുകൾ, മലപ്പുറത്ത് താമസിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ ഒരുപാട് സഹായം അവിടെയുള്ള ആളുകൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. കുടിവെള്ളം എത്തിക്കുന്ന കാര്യത്തിലാണെങ്കിലും അതിൽ ഇന്റർലോക്ക് പാകിയിരിക്കുന്നത് അവിടെയുള്ള 2 സഹോദരങ്ങളാണ്. അതേക്കുറിച്ചിട്ട് ഒരാൾ പറയുന്നത് നമുക്ക് കേൾക്കാം. നാവാമുകുന്ദ ക്ഷേത്രത്തിന്റെ പേരിലുള്ള സരസ്വതി വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചവരാണ് ഈ തിരുനാവായ പഞ്ചായത്തിലും ആ പ്രദേശത്തിലും ഈ ചുറ്റുപാടുകളിലുള്ള മുസ്ലിം സമുദായത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഈ തലമുറയിലും മുൻ തലമുറയിൽപ്പെട്ട ആളുകൾ. അത്രമാത്രം നാഭീനാള ബന്ധമുണ്ട് ആ ക്ഷേത്രവുമായിട്ട്, ആ വിദ്യാലയവുമായിട്ട്, അവിടെ നടക്കുന്ന ആചാര അനുഷ്ഠാന വിശ്വാസ കാര്യങ്ങൾ. ജനങ്ങൾ ആകെ തന്നെയും ഈ മേള കാണാനും അതുപോലെ തന്നെ സ്വീകരിക്കാനും തിരുനാവായ പ്രദേശത്തെ ജനങ്ങൾ, മലപ്പുറത്തെ ജനങ്ങൾ അത് തയ്യാറാണ് എന്നുള്ളതാണ് എനിക്ക്. മാഷ് മലപ്പുറത്തെ കുറിച്ച് എന്തുകൊണ്ടാണ് തകർക്കാൻ കഴിയില്ല എന്ന്, സാഹോദര്യം തകർക്കാൻ കഴിയില്ല എന്ന് വീണ്ടും എടുത്തു പറയുന്നത്? മാഷ് പഠിപ്പിച്ച 2 സ്റ്റുഡൻസ് മാഷ് പറയാം. ജനങ്ങളുടെ കാലിൽ അഴുക്ക് പറ്റരുതെന്നും അവർക്ക് കാലിൽ മുറിവാകുന്നു വെച്ച് ശരിക്കും കട്ടപ്പാക്കിയിട്ടുണ്ട് അവിടെ, ഇല്ല? പക്ഷേ ആരൊക്കെയാണ് അത് പാകിയത്? അത് എൻ്റെ 2 സ്റ്റുഡൻസ് തന്നെയാണ്. അതിൽ പിന്നെ അബ്ബാസ്, അതുപോലെ ഹംസക്കുട്ടി, അതുപോലെ തന്നെ മുനീർ തുടങ്ങിയിട്ടുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ, ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്, ബിസിനസ് ഒക്കെ നടത്തുന്നവർ, ബിസിനസ് നടത്തുന്നവരുണ്ട്. അവരായിരുന്നു ആ നാവാമുകുന്ദ ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള, ഇത് നമ്മളാരും നുണ പറയുന്നില്ല, അവിടെ നല്ല ബോർഡ് അടക്കം അവിടെ ഉണ്ട്. ദേവസ്വം ബോർഡ് അംഗീകാരത്തോട് കൂടിയിട്ടാണ് ആ ടൈൽ ചെയ്തത് അവരാണ്. അതിന് മുന്നേ നമുക്ക് സിമെന്റ് ആയിരുന്നു, പിന്നെ മണ്ണുള്ള ഭാഗമൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഓർമ്മ. തീർച്ചയായിട്ടും അതൊക്കെ അവർ ചെയ്തത് എന്തിനു വേണ്ടിയാണുള്ളത് നമ്മൾ മനസ്സിലാക്കാം. ഒന്ന്, നാവാമുകുന്ദ ക്ഷേത്രം എന്ന് പറയുന്നത് പിതൃബലിക്ക് വളരെ പേര് കേട്ടാണ്, തിരുനെല്ലി പോലെ തന്നെ പിതൃബലിക്ക് പേര് കേട്ടാണ്, മരിച്ചവർക്കുള്ള ബലിയാണ്. ആ ബലിയിടാൻ വേണ്ടിയിട്ട് കർക്കടകവാവ് അടക്കമുള്ള ജനങ്ങളിൽ വലിയ തോതിൽ ജനങ്ങൾ എത്തിച്ചേർന്നു, 20-25,000 ആളുകൾ എത്തിച്ചേർന്ന ഒരു സന്ദർഭമാണ് കർക്കടകവാവ്. ആ സമയത്ത് ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന നിലയിലാണ് പുരോഗമന ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ, മുസ്ലിം ജനസമൂഹത്തിലുള്ളവർ വന്നിട്ട് ആ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. ഇത് മാത്രമല്ല, നമ്മുടെ മണ്ണിന്റെ ഒരു പൈതൃകം നമ്മൾ പരിശോധിക്കുന്നത്, എഴുത്തച്ഛന്റെ മണ്ണാണ്, അതുപോലെ തന്നെ അക്കിത്തത്തിന്റെ മണ്ണാണ്, കുഞ്ഞിരാമൻ നായർ വന്നു പോയ മണ്ണാണ്, ചിന്തിക്കുന്ന, അതുപോലെ തന്നെ സാഹിത്യങ്ങൾ ധാരാളമായിട്ട് രചിക്കപ്പെട്ട മണ്ണാണ്. ഒരു ചുമ്മാ ഉള്ള ഒരു സാധാരണ ഒരു മണ്ണല്ല. പൊന്നാനിക്കളരിയും അതുപോലെ തന്നെ ഈ തിരൂരും ഭാഷാപിതാവിന്റെ ഒക്കെ ഈ മണ്ണിൽ നിൽക്കുന്ന ജനങ്ങൾക്ക് നല്ല വെളിച്ചമേ ഉണ്ടാവുള്ളൂ. അവർ നല്ല ചിന്താഗതിക്കാരാണ്. മാഷയുടെ കുട്ടികളാണ് ശരിക്കും അത് ചെയ്തു കൊടുത്തത് ആ രീതിയിലേക്ക്. അതായത് നമ്മുടെ കെട്ടുറപ്പ് അതാണ്, നമ്മുടെ കെട്ടുറപ്പ്. അതായത് മറ്റു മതസ്ഥരെ ശരിക്കും കൈ അണഞ്ഞ് സഹായിക്കുക, അല്ലെ? ഇവിടെ വേല വന്നാൽ, ഒരു വിഷു വന്നാൽ, ഒരു അയ്യപ്പൻ വിളക്ക് വന്നാൽ വലിയ രീതിയിലേക്ക് തീർച്ചയായിട്ടും ഭയങ്കര രസമായിട്ട് പോകുന്നില്ല. എടുത്തു പറയേണ്ടതാണ് നമുക്ക് വൈരങ്കോട് ഭഗവതി ക്ഷേത്രത്തെ ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അടുത്ത കാലം വരെ ഇപ്പോഴും വല്ല മാറ്റങ്ങളൊന്നും എനിക്കറിയില്ല. ആ ഉത്സവ ദിവസം എല്ലാ ഭാഗം ജനങ്ങളും അമ്പലത്തിനുള്ളിലേക്ക് അവിടെ ആ വേലകളുടെ കൂടെ വരും. കല്യാണം കഴിഞ്ഞ് പോയ മുസ്ലിം പെൺകുട്ടികൾ
എനിക്കറിയുന്ന ധാരാളമുണ്ട്. അവരുടെ നാട്ടിൽ നടക്കുന്ന ഈ വൈരമ്പോട് വേല കാണാൻ വേണ്ടി വിവാഹം കഴിഞ്ഞ വീടുകളിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരും. ഇവിടെ പാട്ടോറം ബഹുക്ഷേത്രമുണ്ട്, ഞാൻ താമസിക്കുന്നുണ്ട്. ഇവിടെയുള്ള ജനങ്ങൾ ആകെ തന്നെയുമാണ് അതിന് വേണ്ടിയിട്ടുള്ള പണങ്ങൾ സംഭാവന ചെയ്തിട്ട്, അല്ലാതെ ഒരു മതത്തിൽ നിന്ന് മാത്രം വാങ്ങിയിട്ടല്ലോ നടത്തുന്നത്. ജനങ്ങൾ ആകെ തന്നെ വരവിനെ വേക്കാൻ വേണ്ടി പുതിയങ്ങാടി നേർച്ച, അത് മുസ്ലിം സൂഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നേർച്ചയാണ്. അത് ചില ഹിന്ദു ഭവനങ്ങളിൽ ചില അവകാശങ്ങൾ, അതുപോലെ തന്നെ വൈരമ്പോട് വേലയ്ക്ക് ചില മുസ്ലിം ഭവനങ്ങളിൽ ചില അവകാശങ്ങൾ, അവിടെ ചില സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള അവകാശങ്ങൾ. ഈ നിലയ്ക്ക് വലിയൊരു പുരാതനമായ ചരിത്രം ഇവിടുത്തെ മതസൗഹാർദ്ദത്തിനുണ്ട്. അത് ഉത്തരേന്ത്യയിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, എന്തായാലും കാവി ധരിച്ചിരിക്കുന്ന 4 സന്യാസിമാർ അല്ലെങ്കിൽ കുറച്ച് പേര് ഉത്തരേന്ത്യയിൽ നിന്നും മറ്റു നാടുകളിൽ നിന്നും ഇവിടെ വന്നാൽ നമ്മുടെ മതസൗഹാർദ്ദം തകരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് മാത്രമല്ല, എല്ലാവരും കൂടെ വരട്ടെ, ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ നാട്, നമ്മുടെ നാട്, വടക്കേ ഇന്ത്യക്കാർക്കുള്ള സംശയങ്ങൾ വല്ലതുകൊണ്ട് തീരട്ടെ ഇതോടുകൂടി. അതെ, എന്തുകൊണ്ടാണ് ഇവിടെ മതസൗഹാർദ്ദം തകർക്കാൻ നോക്കിയാലും തകരില്ല എന്ന് പറയുന്നത് അറിയോ? അതായത് ഈ അമ്പലത്തിന്റെ തിരുനാവായ അമ്പലത്തിന്റെ ഉള്ളിൽ നിർമ്മിച്ചിരിക്കുന്ന അല്ലെ കട്ടപ്പാക്കി കൊടുത്തത് ഒരു 2 മുസ്ലിം സഹോദരങ്ങൾ അല്ലെ. അപ്പോൾ അവർക്ക് അത്തരം രീതിയിലേക്ക് ഭക്തജനങ്ങളുടെ കാലിൽ ഒരിക്കൽ പോലും മണ്ണ് പറ്റരുത് അല്ലെങ്കിൽ വേദനിക്കരുത് എന്ന് വെച്ചിട്ടാണ് അത്തരം രീതിയിലേക്ക് അവർക്ക് ഇരിക്കാനുള്ള ബെഞ്ച് വരെ ചെയ്തു കൊടുത്തത് അല്ലെ. അത്തരം ആളുകളാണ് ഈ മലപ്പുറത്തുള്ളത്, അത്തരം ആളുകളാണ് മലപ്പുറത്തെ സ്നേഹിക്കുന്നത്. മലപ്പുറത്ത് നിന്ന് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വർഗീയത പറയുന്ന കുറെ എണ്ണം ഉണ്ട്. ഒരു ചൊരപ്പും ഇല്ലാഞ്ഞിട്ട് വന്നിട്ട് വെറുതെ വർഗീയത പറഞ്ഞുണ്ടാക്കുകയാണ്. അവിടെ ഒരു പ്രശ്നവുമില്ല. വളരെയധികം സന്തോഷത്തോടു കൂടി കുംഭമേള നടന്നു പോരുകയാണ്. എന്തായാലും അത് അങ്ങനെ തന്നെ ആവട്ടെ. ശരിക്കും എനിക്ക് നല്ല വിഷമമുണ്ട്. കാര്യം ഇതൊന്നും കാണാൻ പറ്റാത്തതിലുള്ള ഒരു നല്ല വിഷമമുണ്ട്. പക്ഷേ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ആളുകളാണല്ലോ, മലപ്പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഫിനാൻഷ്യലി നോക്കിയാലും അതുപോലെ തന്നെ ഫിസിക്കലി നോക്കിയാലും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് തൽക്കാലം വരാൻ സാധിക്കാത്തത് കൊണ്ട് വളരെ വിഷമമുണ്ട്. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ കുംഭമേളയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്, കാണുന്നതിന് വളരെ സന്തോഷം തോന്നാറുമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ദയവേത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, കുംഭമേളയുടെ പേരിൽ ആവശ്യമില്ലാത്ത ചർച്ചകളും അതുപോലെ തന്നെ കമന്റുകളും ഒക്കെ ഇടുന്നവർ ദയവ് ചെയ്ത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ വീടിനകം നന്നാക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ വീടിനുള്ളിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുക. നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ കറക്റ്റായിട്ട് പരിഹരിച്ച് മുന്നോട്ട് പോവുക. ഓരോ വ്യക്തികളും അവനവന്റെ കാര്യവും അവനവന്റെ കുടുംബത്തിലുള്ള കാര്യവും പരമായി നോക്കി പോവുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള വർഗീയതയും എങ്ങും ഉണ്ടാവില്ല. അപ്പോൾ ഇതേ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ കുംഭമേള നമ്മുടെ മലപ്പുറത്ത് വളരെ ഭംഗിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. കുംഭമേളയെ ചൊല്ലിയിട്ട് ആരും വേദനിക്കാനും കമന്റിട്ട് കരയാനും നിൽക്കണ്ട. കുംഭമേളയ്ക്ക് വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കൂടിയാണ് നടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് വിഷം ചീറ്റാനായിട്ട് ആരും ചെല്ലരുത് എന്നുള്ളൊരു അപേക്ഷ കൂടിയുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.